SIT അന്വേഷിക്കുന്ന 312 ഗ്രാമിൻ്റെ കാര്യമാണ് ഗോവർദ്ധൻ്റെ ആഭരണശാലയിൽ നിന്ന് കിട്ടി. അതല്ലല്ലോ ഇവിടെ യഥാർത്ഥ തൊണ്ടി മുതൽ എവിടെ, ആ തൊണ്ടി മുതലല്ലേ കണ്ടെത്തേണ്ടത്. അപ്പോൾ എന്നോട് വിദേശ മലയാളി പറഞ്ഞ കാര്യമാണ് ഞാൻ SITയുടെ മുമ്പിൽ പറഞ്ഞത്. SIT അദ്ദേഹത്തെ വിളിച്ചു വരുത്തി മൊഴി എടുത്തിട്ടുണ്ട്. ഇനി SITയുടെ ജോലിയാണ് ഇത് കണ്ടെത്തുക എന്നുള്ളത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, കേരളത്തിലെ മുഖ്യമന്ത്രി ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള എല്ലാ നടപടികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് എന്താ, സോണിയാഗാന്ധിയെ അടുക്കൽ എങ്ങനെ അവരൊക്കെ ചെന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചെവിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സംസാരിച്ചത് എന്തിനായിരുന്നു? അപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്തായിരുന്നു ഇതിനകത്ത് പങ്ക്? അദ്ദേഹത്തിന് എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ബന്ധമുണ്ട്? കളവ് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. മുഖ്യമന്ത്രി പറയാണ് കോൺഗ്രസ്സുകാർക്കാണ് ബന്ധം. ഒരു കോൺഗ്രസ്സുകാരനും ജയിലിൽ പോയിട്ടില്ല. ജയിലിൽ പോയതൊക്കെ CPM-കാർ തന്നെയാണ്. CPM-ന്റെ മുന്നൊരു MLA-യും പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരെയായ മറ്റൊരാളും ജയിലിൽ കിടക്കുകയാണ്. എന്നിട്ടാ പറഞ്ഞ കോൺഗ്രസ്സുകാർക്ക് ബന്ധമുണ്ടെന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. എന്താണ്, ജനങ്ങൾ വെറും വിഡ്ഢികളാണെന്നാണോ മുഖ്യമന്ത്രി കരുതുന്നത്? യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഒരു കാര്യം ഞാൻ പറയുന്നു, ഈ കേസ് അട്ടിമറിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുകയാണ്. ഈ കേസ് അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ്, മുന്നോട്ട് പോകുന്നില്ല. അന്താരാഷ്ട്ര ആന്റി സ്മഗ്ലേഴ്സിന്റെ പിന്നിലുണ്ട്. ഞാൻ ആവർത്തിക്കുന്നു, ലോകത്തെമ്പാടും ആന്റിക്സ് കള്ളക്കടത്ത് നടത്തുന്ന ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, CBI അന്വേഷിക്കണം, കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കണം ആ അന്വേഷണം.